ഹലോ, നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് പോയാലോ? ഓഫീസിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് നീലം കരുതിയെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, സാധാരണ ഇറങ്ങുന്നതിനും വൈകുകയും ചെയ്തു. അവൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. വീട്ടിൽ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. സമയമാണെങ്കിൽ 6 മണി കഴിഞ്ഞു. അവൻ ചെറിയ ഭയത്തോടെ കോണിംഗ് ബെൽ അടിച്ചു. പക്ഷേ ഡോറ് തുറക്കുന്നില്ല. കുഞ്ഞേ! അവൻ വേഗത്തിൽ ഡോറ് തട്ടിയതും ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു. അവൻ ഉയർന്ന നെഞ്ചെടുപ്പോടെ ഹാളിലേക്ക് കയറി വന്നതും ഹാളിലെ ടേബിളുമായി ഒരു കേക്കും ചുറ്റും മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട്. നീലൻ അത്ഭുതത്തോടെ മുന്നോട്ട് വന്നു. പിന്നിൽ നിന്നു അപ്പു അവനെ ചുറ്റിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ നീല, അവൾ പറഞ്ഞു. നീലൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? അവൾ ഇടുപ്പിൽ കൈകൂത്തി നിന്നുകൊണ്ട് ചോദിച്ചു. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ പെണ്ണെ നീ. ഓഹോ, വാ, വന്ന് കേക്കൊക്കെ എത്തി. അപ്പോൾ അവനെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീലൻ കേക്ക് കട്ട് ചെയ്ത് അവൾ കൊടുത്തു. തിരിച്ച് അവനും. ഇനി നീ ഇവിടെ ഇരിക്കി, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. അവനെ ചേറി പിടിച്ചിരുത്തി. നീ ഒരിക്കലും പ്രതീക്ഷ വയ്ക്കാത്ത ഗിഫ്റ്റാണ് ഞാൻ തരാൻ പോകുന്നത്, അവൾ പറഞ്ഞു. നീലൻ്റെ കണ്ണുകൾ പ്രതീക്ഷയോടെ വിടർന്നു. കണ്ണടച്ച് കൈ നീട്ട്, അവൾ പറഞ്ഞതും അവൻ കണ്ണുകൾ അടച്ചു. ഒപ്പം താൻ കേൾക്കാൻ കൊതിക്കുന്നതാവണേ എന്ന് അവൻ പറയുന്നതെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. ഇനി കണ്ണു തുറന്നോ? അവൻ കണ്ണു തുറന്നപ്പോൾ അപ്പുവിൻ്റെ ഫോണാണ്. അവൾ അതിൽ അന്ന് നീലം പാടിയ വീഡിയോ പ്ലേ ചെയ്തു. ഇതെന്താ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇത് ഞാൻ എന്തിനാന്ന് എടുത്തേന്നറിയോ? അനഘയുടെ മുത്തശ്ശന് ഗിഫ്റ്റ് കൊടുക്കാൻ. അല്ല, ഇതൊരു ഓഡീഷന് വേണ്ടിയായിരുന്നു. അനഘയുടെ അച്ഛൻ്റെ പരിചയത്തിൽ ചെന്നൈയിൽ ഒരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അയാൾക്ക് ഒരു മ്യൂസിക് ആൽബം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ അയച്ചു കൊടുത്തതാ. അയാളുടെ കോള് വന്നിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. വർക്ക് തുടങ്ങുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. നിന്നോട് ആദ്യം പറയണത് നീ, അതുകൊണ്ട് അനഘയോട് പോലും ഞാൻ പറഞ്ഞില്ല. താൻ പ്രതീക്ഷിച്ച വാർത്ത അല്ലാത്തതിനാൽ എന്തോ അവന് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മുഖത്തൊരു ചിരി വരുത്തി. സന്തോഷമായ നീല? എന്നാ പോയി നീ കുളിച്ചിട്ട് വാ. അവൾ അത് പറഞ്ഞത് നീലൻ തലയാട്ടിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിലെ ഫാനിട്ട് വിയർത്ത ഷർട്ട് അഴിച്ച് മാറ്റിയ ശേഷം വാച്ചും ഫോണും ടേബിളിൽ വെച്ച് കബോർഡിലേക്ക് നടന്നതും പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ടേബിളിലേക്ക് തിരിഞ്ഞു വന്നു. ടേബിൾ ഇരിക്കുന്ന പ്രഗ്നൻസി കാർഡും അതിൽ തെളിഞ്ഞു കാണുന്ന 2 ലൈനും അവൻ അത്ഭുതത്തോടെ നോക്കി. ഉയർന്ന ഹൃദയമെടുപ്പോടെ അവൻ തിരിഞ്ഞതും ഡോറി ചാരി കൈയും കെട്ടി നിൽക്കണം. അപ്പോൾ ഇപ്പം സന്തോഷമായ നീല? അവൾ പുഞ്ചിരോടെ ചോദിച്ചു. അവൻ വേഗത്തിൽ നടന്നു വന്ന് അവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എൻ്റെ സ്വന്തം എന്ന് പറയാൻ ഒരാൾ ഭൂമിയിലേക്ക് വരുന്നു, എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അവളുടെ മുഖം കൈകളിലെടുത്ത് ചുംബനത്താൽ മൂടി. അപ്പുവിൻ്റെ വീട്ടിലറിയിച്ചതും അവളെ കാണാൻ എല്ലാവരും എത്തിയിരുന്നു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.